ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വാലന്റൈൻ കപ്പിൾസ്. അപ്പോൾ ഗൈസ്, ഇന്ന് 12 മണിക്ക് നമ്മുടെ ഇപ്പോൾ 10 മണിയായി. ഇന്ന് 12 മണിയാകുമ്പോൾ നമ്മുടെ 4ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ നാച്ചി വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ചിക്കു സർപ്രൈസ് കൊടുക്കാനായിട്ട് മച്ചി ഞാനും നെബും കൂടെ തീരുമാനിച്ചു. അപ്പോൾ കണ്ടോ അപ്പോൾ റൂമിൽ ചെറിയൊരു സർപ്രൈസ് എടുക്കാനായിട്ട് വിചാരിച്ചു. കുളമാവുമെന്ന് അറിഞ്ഞുകൂടാ, എങ്കിലും നമ്മൾ വരുന്നതിന് മുന്നേ നമുക്ക് റൂം ഒന്ന് ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് അലങ്കരിക്കാമെന്ന് വെച്ചു. അലങ്കാരമൊന്നുമില്ല, 5-6 ബലൂണും ഒരു കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ വരുന്നതിന് മുന്നേ ഇതെല്ലാം അവിടെ സെറ്റ് ചെയ്ത് വെക്കണം. ഇപ്പോൾ 10:30 മണിയായി. ഞാച്ചിപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തും. അതിന് മുന്നേ സെറ്റ് ചെയ്യണം. എൻ്റെ സർപ്രൈസ് എല്ലാം കുളമാകാനാണ് പതിവ്. എല്ലാം കുളമാകാറാണ് പതിവ്. പക്ഷേ ഇതും അതുപോലെ ആവാനാണ് സാധ്യത. എന്നാലും നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് റൂം സെറ്റ് ആക്കാം. സെറ്റ് അപ്പോൾ ഓക്കെ ഗായ്സ്, റൂം സെറ്റ് ആക്കിയിട്ട് കാണാം. എന്തായാലും സെറ്റ് ചെയ്യുന്ന വീഡിയോ എടുക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ മോള് വന്ന് പിടിച്ചത് തള്ളിയിടുന്നതുകൊണ്ട് എല്ലാം കഴിഞ്ഞിട്ട് അപ്പോൾ കാണിച്ചു തരാം. എനിക്ക് ജലദോഷം പിടിച്ചു ഗൈസ്. ചെറിയായിട്ട് ബലൂണൊക്കെ ഇത് ബലൂൺ വരുമ്പിക്കാം. അപ്പോൾ ഓക്കെ ഗൈസ്, എല്ലാം സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ് ഗൈസ്. ഇത് ക്യാൻഡിൽ ലൈറ്റാണ് സംഭവം. ഞാൻ ക്യാൻഡിൽ വെക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ നെബു ഉള്ളത് കൊണ്ട് അവൾ കയറി പിടിക്കും. അപ്പോൾ അതിൽ നിന്ന് നല്ലത് ഇതായിരിക്കും. ഇതാകുമ്പോൾ പ്ലാസ്റ്റിക് ആണല്ലോ, നമുക്ക് കത്തിച്ച് വെച്ചാൽ മതി. അതുകൊണ്ട് പിന്നെ ഞാനത് ഓൺലൈനിൽ നിന്ന് അങ്ങനെ വാങ്ങിച്ചതാണ്. പക്ഷെ കൊള്ളാം, കണ്ടോ ഗൈസ്, സൂപ്പർ സാധനം. അങ്ങനെ അത് വാങ്ങിച്ചു. പിന്നെ ഒരു ഹാപ്പി ആനിവേഴ്സറി നല്ല ഇത് വാങ്ങിച്ചു. കുറച്ച് ബലൂൺ, പിന്നെ ലൈറ്റ്, ഇത്രയേ ഉള്ളൂ ഗൈസ്. പിന്നെ ഒരു കേക്ക്. നമ്മളങ്ങനെ പണിയിലാണ്. ബലൂൺ പൊട്ടിപ്പിച്ചു. ഭയങ്കര പാടിതും. നെബുദോ ലൈറ്റ് എടുത്ത് കളിക്കുന്നു. നെബു തറയിട്ടാ അത് കത്തൂല വന്നി. അയ്യേ, കടിച്ചോടാ, കടിക്കല്ലേ. ആടെ ഉമ്മി കത്തി ലൈറ്റ് വാങ്ങിത്തരാം. കണ്ടാ, സൂപ്പർ. ഇത് കൊള്ളാം ഗൈസ്. കൊച്ചു കുട്ടികളുള്ള വീട്ടിലൊക്കെ ഇത് സെറ്റ്. ഞാൻ ആദ്യം അല്ലാതെ ഈ ലവ് വരുന്ന ക്യാൻഡിൽ ഇല്ലേ, അതാണ് നോക്കിയത്. ഇനിയിപ്പം എന്തായാലും കത്തിച്ച് വെച്ച് പിന്നെ അത് പേടിക്കണം. നെബു ചെന്ന് പിടിക്കുന്നതെന്നറിയാം. അപ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ല. നെബുദോ അതൊക്കെ കഞ്ഞിയും കറിയും വെക്കുന്നു ഗൈസ്. ഓക്കെ, ഇത് പാടുള്ള പണിയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. ഞാൻ എൻ്റെ കൂടെ വാപ്പച്ചിക്ക് സർപ്രൈസ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. എങ്ങനെയുണ്ട്? വലിയ സെറ്റപ്പൊന്നുമില്ല. കുറച്ച് ബലൂണൊക്കെ പറയാം, കുറച്ച് ലൈറ്റും. 11:54 11:54 ഗൈസ്. നാച്ചി വന്നു. പക്ഷേ ഞാൻ റൂമിൽ കയറ്റിയില്ല, വെളിയിൽ നിർത്തിയേക്കുവാണ്. ഞാൻ വെളിയിൽ ഡ്രസ്സ് എടുത്ത് വെളിയിൽ നിൽക്കാൻ പറഞ്ഞു. എന്തായാലും ഞാൻ എൻ്റെ കഷ്ടപ്പാട് 12 മണിക്ക് കാണിച്ചു കൊടുക്കും. നെബു ലൈറ്റ്. ഇതാണ് പ്രശ്നം ഗൈസ്. ഇതാണ് ഞാൻ
മെഴുകുതിരി വാങ്ങിക്കാതിരുന്നത്. ഇവള് പെട്ടെന്ന് പോയി എടുത്തു കളയും. അങ്ങനെ നമ്മൾ വാപ്പച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ് ഗൈസ്. ഇങ്ങനെയുണ്ട് ചെറിയൊരു സെറ്റപ്പ് അല്ലടേ. നമ്മൾ കേക്ക് എടുത്ത് വെക്കണം. പിന്നെ കേക്കിൻ്റെ മുകളിൽ വയ്ക്കാൻ ഞാൻ വേറൊരു ക്യാൻഡിൽ വാങ്ങിയായിരുന്നു. അതിനി ഓണാക്കി വെക്കണം. വെപ്രാളപ്പെട്ടു നാച്ചി 12 മണിക്ക് മുമ്പ് കയറാതിരിക്കാൻ എല്ലാ പരിപാടിയും ചെയ്ത് ഞാൻ കഥവ് കുറ്റിയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അയ്യോ ഇതാരേ ഉറക്കം വരുന്നതിനെ പോലെ. അപ്പോൾ നമുക്ക് കേക്ക് എടുത്തിട്ട് വരാം. അങ്ങനെ ഗിഫ്റ്റ് ഓപ്പൺ ആക്കി നോക്ക് എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് സൂപ്പർ. ഞെട്ടിയാ? വിഷമം വരണ എന്ത്? എന്തിനാ മുഖത്തൊരു വിഷമം വരുന്നു? വിഷമം വരുന്നില്ലേ? നെബുക്കുട്ടി കൊള്ളാമോ? ഇത് കൊള്ളാമോ നെബ? സുന്ദരി കുട്ടി 4 ഗിഫ്റ്റ് തന്നതല്ലോ. നാളെ ഒരു ഗിഫ്റ്റ് ഞാൻ തന്നു. ഇനി ഞാൻ ഞെട്ടി ഗൈസ്, ഞെട്ടി ഞെട്ടി. ഇനി നമുക്ക് കേക്ക് കിട്ടിയാ ആ ഷർട്ട് ഇട്. ഞാനും ഇതിന് കളറ് ഒരു ടീഷർട്ട് എടുത്തായിരുന്നു. അതിനോട്ട് നമുക്ക് കേക്ക് കട്ട് ചെയ്യാം ഗൈസ്. അങ്ങനെ എൻ്റെ ഒരു സർപ്രൈസ് ആദ്യമായിട്ട് വർക്കൗട്ടായി അല്ലേ? വർക്കൗട്ടായില്ലേ സർപ്രൈസ്? ഇത് വർക്കൗട്ടായി. നാച്ചി നേരത്തെ വന്ന് കുളമാവെന്ന് വിചാരിച്ചെങ്കിലും നാച്ചി ഞാൻ റൂമിൽ കയറ്റിയില്ല ഗൈസ്. അപ്പോൾ ഹായ് കേക്ക് കൊള്ളാടെ. ഇഷ്ടപ്പെട്ടു. ഞാൻ തന്ന ഗിഫ്റ്റ് നോക്കട്ടെ. പിടിച്ചോ. എന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് നെറ്റിച്ചു. സെക്കൻഡ് ഗിഫ്റ്റാണ് ഞാൻ ഹായ് കൊള്ളാമോ? സൂപ്പർ. അയ്യോ യെസ്. ചുമ്മാ ബാബുജി ബാബുജിനെ നോക്ക. സൂപ്പർ സൂപ്പർ സൂപ്പർ. ചിലപ്പോൾ
ഇപ്പൊ കേക്ക് തിന്നില്ല കേട്ടാ. ഒരു കേക്ക് കേട്ടോ ചിരി പാപ്പച്ചി തിന്നി മോള് തിന്നി ഉമ്മച്ചി നീ എന്തിനാണ് എന്നെ പാപ്പച്ചി ആക്കിയിട്ട് കാണിച്ച. എന്തായാലും പക്ഷെ മാഡം ഈ സർപ്രൈസ് ഞാൻ ഞെട്ടി. നാളെ രാവിലെ നീ ഞെട്ടും. ഞെട്ടിക്കാം. അപ്പൊ നാളെ രാവിലെ പാപ്പച്ചി ഞെട്ടിക്കുന്നു. നമ്മുടെ ആനിവേഴ്സറി വിശേഷം കഴിഞ്ഞില്ല അല്ലേ? കഴിഞ്ഞില്ല. തുടങ്ങാൻ പോണേ ഉള്ളു. അപ്പൊ ഗൈസ് ഞെട്ടിനായി. അപ്പൊ ഗൈസ് ബാക്കി വിശേഷങ്ങളെല്ലാം നാളെ. നെബു ബൈ പറ. ഹാപ്പി വാലന്റൈൻസ് ഡേ ഗൈസ്. ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ് അല്ല ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് നമ്മൾ രാവിലെ കാണുന്നതായിരിക്കും. ബൈ ബൈ.